പുത്തൻ നിയമിതരായവരൽപ്പം മൂക്കു പിടിക്കും ഓഫീസ് ഭാഷ്യം. ഒരു പൊതു ക്ലാർക്കിനെ ബോസു വിളിച്ചു, ഫയലതു കയ്യിൽ കൊടുത്തു പറഞ്ഞു. അക്ഷരം ഓ. 1 മണിയാകും മുമ്പേ താങ്കൾ സംസാരിക്കുക വേണം ഫയലിൽ. ആദ്യം കേൾക്കുകയാണീ വാക്യം, ഫയലിൽ നോക്കി സംസാരിക്കാൻ. അക്ഷരം ആ. അമ്പരപ്പോടിരിക്കും ഗുമസ്തന്റെ അരികിലിരിക്കും ഗുമസ്ത ചിരിച്ചു. ബേജാറിലാവാതെ പേജുകൾ നോക്കി കേൾപ്പിച്ചിടേണം കേസിന്റെ കാര്യം. അക്ഷരം വ. ബാങ്കതിരിക്കും നദിയുടെ വക്കിൽ കാലവർഷപ്പേമാരി വന്നു. ബുദ്ധിയുള്ള മാനേജരപ്പോൾ 10 പേജിൽ റിപ്പോർട്ടു വിട്ടു. കരകൾ കവിഞ്ഞു മറിഞ്ഞു വരുന്നു ഗംഗാ നദിയുടെ കോപം രൂക്ഷം. സ്വർണം പണവും ഫയലുമതെല്ലാം ഉടനെ നമ്മൾ മാറ്റിയിടേണം. അക്ഷരം ക. പേജുകൾ 8-10 പൂസിനാകെ കലി കയറിപ്പോയി. എവിടെ സമയം നോവലോ വായിക്കാൻ? 1-2 വാചകമെഴുതൂ. കുന്നിൻ മുകളിലിരിക്കും ബോസിന് അടിവാരത്തിൻ കഥയറിയില്ല. ഒന്നും ചെയ്യാൻ മേലാതായി ബാങ്ക് പണിക്കാർ സ്ഥലവും വിട്ടു. അക്ഷരം ക. കുളവും പുഴയും ടൗണുമതൊക്കെ വെള്ളപ്പൊക്കം നിന്നു വിഴുങ്ങി. ബാങ്കിൻ മുകളിൽ തിരകളുയർന്നു. കാര്യം ബോസിനെ ബോധിപ്പിച്ചു. സാറേ, കാണാനില്ല ബാങ്ക്. ഗംഗാ നദി വന്നിവിടെ കേറി. നോവല് വായിക്കേണ്ട താങ്കൾ, പകരം പാട്ടിനീണം നൽകൂ. അക്ഷരം സ. സാർ കേൾക്കാമോ എൻ്റെ ശബ്ദം? ഓക്കെ, പറയൂ ഞാൻ കമ്മീഷണർ. പരാതി ഒന്നുണ്ട് ബോധിപ്പിക്കാൻ, പരിഹാരമുണ്ടാക്കാൻ. കാര്യമെന്താ? അക്ഷരം പ. പൂന്തോട്ടം നിർമ്മിക്കാൻ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു. പണി തീർത്തു, പണവും നൽകി. ബാക്കി വന്ന 10 ഇഷ്ടിക സൂക്ഷിക്കാൻ സ്ഥലമില്ല. ഞാനെന്തു ചെയ്യുക വേണം? അക്ഷരം ഭ. ബസ്സിൽ കയറുവാൻ പോകുന്ന നേരത്ത് ഇഷ്ടിക ഓരോന്ന് കൈപ്പൊതിയിൽ നിത്യേന വെച്ചിടു സീറ്റിനടിയിലായി. 10 ദിനം കൊണ്ട് സ്വസ്ഥമാകാം. അക്ഷരം ന.